മാർക്കറ്റ് വലിയ മാറ്റങ്ങളില്ലാതെ നിലനിൽക്കുന്ന സമയമാണിത്. ഈ സമയത്ത് പലരും നല്ല ഓഹരികൾ കണ്ടെത്തി അവസരം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. അതിനായി ഫണ്ടമെന്റലി ശക്തമായ ഓഹരികൾ തന്നെയാണ് ശ്രദ്ധിക്കാറുള്ളതും. എന്നാൽ വിപണിയിൽ രണ്ട് തരത്തിലുള്ള സിനാരിയോ നടക്കാറുണ്ട്. അതായത് ഫണ്ടമെന്റലി അത്ര സ്ട്രോങ് അല്ലാത്ത പല പോരായ്മകളുമുള്ള ഓഹരികൾ വളരെയധികം റിട്ടേൺ നൽകുന്നതാണ് ആദ്യത്തെ സാഹചര്യം. രണ്ടാമത്തേത് ഇതിന് വിപരീതമാണ്. അതായത് നല്ല ഫണ്ടമെന്റൽസ് ആയിരിക്കും, പക്ഷെ ഓഹരി വില എടുത്തു നോക്കിയാൽ വലിയ കറക്ഷനാണ് കാണാൻ സാധിക്കുക. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചാർട്ടിനെ മാത്രം നോക്കുന്നത് ബുദ്ധിയല്ല. അവിടെയാണ് ഡിവിഡൻഡ് അഥവാ ലാഭവിഹിതത്തിന്റെ പ്രസക്തി. വിപണി മന്ദഗതിയിലാകുമ്പോൾ ഒരു കമ്പനി 7% ഡിവിഡൻഡ് നൽകുന്നു. ഇവിടെ നമുക്കിതിനെ രണ്ട് രീതിയിൽ വിലയിരുത്താം. ഒന്നുകിൽ ആ കമ്പനി തകരാൻ പോകുന്നു, അല്ലെങ്കിൽ വിപണി ശ്രദ്ധിക്കാതെ പോയ ഒരു മികച്ച ബിസിനസ് ആയിരിക്കും. നമ്മൾ നോക്കുന്നത് രണ്ടാമത്തെ കേസാണ്. ശക്തമായ ബിസിനസ് അടിത്തറയും നിലവിലെ ആകർഷകമായ വിലയുമുള്ള രണ്ട് ഓഹരികൾ. പ്രൊമോട്ടേഴ്സിന് തന്നെ 70% ഓഹരി പങ്കാളിത്തമുള്ള ഓഹരികൾ. പക്ഷെ വിപണിയിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഓഹരി വിലയിൽ 24% ഇടിവാണ് ഓഹരികളിൽ കണ്ടത്. ഇത് നിക്ഷേപകർക്ക് കുറഞ്ഞ വിലയിൽ ഓഹരികൾ വാങ്ങാനുള്ള അവസരമാണോ അതോ ഓഹരി ഒഴിവാക്കാനുള്ള സൂചനയാണോ എന്ന് നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, വിലക്കുറവ് കാരണം ഡിവിഡൻഡ് ഈൽഡ് 7% മുകളിലേക്ക് ഉയർന്നതിനാൽ ഓഹരി വില വർധനവിനായി കാത്തിരിക്കുമ്പോൾ തന്നെ നിക്ഷേപകർക്ക് മികച്ചൊരു സ്ഥിര വരുമാനം ഉറപ്പാക്കാൻ സാധിക്കും. 1997 കെയിൽ കൺസൾട്ടൻസ് എന്ന പേരിൽ ആരംഭിച്ച ആക്സലിയ സൊല്യൂഷൻസ് എന്ന കമ്പനിയാണ് ആദ്യത്തേത്. 2019 ആക്സലിയ സൊല്യൂഷൻസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. വിമാന കമ്പനികൾക്ക് ആവശ്യമായ സോഫ്റ്റ്വെയറുകളാണ് ഇവർ നിർമ്മിക്കുന്നത്. പാസഞ്ചർ റവന്യൂ അക്കൗണ്ടിംഗ്, കാർഗോ മാനേജ്മെന്റ്, IATA ബില്ലിംഗ് സേവനങ്ങൾ തുടങ്ങി വിമാന കമ്പനികളുടെ ടിക്കറ്റുകളും ചരക്കുകളും ലോകമെമ്പാടും നീക്കാൻ സഹായിക്കുന്ന ഡിജിറ്റൽ സംവിധാനങ്ങൾ ഇവർ ഒരുക്കുന്നു. 1653 കോടി രൂപ വിപണി മൂല്യമുള്ള ആക്സലിയ ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ്. പാസഞ്ചർ കാർഗോ മേഖലകളിൽ എയർലൈൻ ബിസിനസിന്റെ സമ്പൂർണ്ണ ഡിജിറ്റൽ പരിവർത്തനത്തിന് ഇവർ നേതൃത്വം നൽകുന്നു. കമ്പനി പ്രവർത്തിക്കുന്ന ഇൻഡസ്ട്രിയിലെ ശരാശരി ROC 20% ആക്സലിയുടേത് 54%. അതായത് കമ്പനി മുടക്കുന്ന ഓരോ 100 രൂപയ്ക്കും 54 രൂപ ലാഭമുണ്ടാക്കുന്നു. മറ്റ് കമ്പനികൾക്ക് ഇത് വെറും 20 രൂപ മാത്രമാണ്. ROIയുടെ കാര്യത്തിലും സ്ഥിതി സമാനമാണ്. വ്യവസായ ശരാശരി 18% ആക്സലിയുടേത് 46%. കഴിഞ്ഞ 10 വർഷത്തെ ശരാശരി എടുത്താലും കമ്പനിയുടെ ROI 44%. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ഈ മൂലധനക്ഷമത ആ കമ്പനി നിലനിർത്തുന്നുണ്ട്. കൂടാതെ കമ്പനിയുടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ വെറും 0.33 മാത്രമാണ്. 248 കോടി രൂപയുടെ റിസർവ്സ് ഉള്ള കമ്പനിക്ക് വെറും 87 കോടി രൂപ മാത്രമാണ് കടബാധ്യതയുള്ളത്. അടുത്തത് ഡിവിഡൻഡ് ഈൽഡ് നോക്കാം. ഇൻഡസ്ട്രി ആവറേജ് ഡിവിഡൻഡ് ഈൽഡ് 0.5% ആക്സലിയ 8.1% ഈൽഡ് നൽകുന്നു. ലാഭത്തിന്റെ ഏകദേശം 95% ലാഭവിഹിതമായി നൽകുന്ന കമ്പനി. 2026 ജനുവരിയിൽ ഓരോ ഓഹരിക്കും 45 രൂപ ഇടക്കാല ലാഭവിഹിതം നൽകിയിരുന്നു. കഴിഞ്ഞ 12 മാസത്തിനിടെ മൊത്തം ലാഭവിഹിതം ഓഹരി ഒന്നിന് 85 രൂപയ്ക്ക് മുകളിലാണ്. 50% ROC നിലനിർത്തിക്കൊണ്ട് ലാഭത്തിന്റെ ഭൂരിഭാഗവും ഡിവിഡൻഡായി നൽകുന്ന സ്മോൾ ക്യാപ് IT കമ്പനികളിൽ ഇന്ത്യൻ വിപണിയിൽ അപൂർവമാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ കമ്പനിയുടെ വിൽപ്പന 5% വാർഷിക വളർച്ചയോടെ 2020 412 കോടിയിൽ നിന്ന് 2025 529 കോടി രൂപയായി ഉയർന്നിട്ടുണ്ട്. പ്രവർത്തന ലാഭം 37% എന്ന ആരോഗ്യകരമായ നിലയിലാണ്. നെറ്റ് പ്രോഫിറ്റ് 8% വളർച്ചയോടെ 2020 87 കോടി രൂപയിൽ നിന്ന് 2025 129 കോടി രൂപയായി. എന്നാൽ ഡിസംബർ ക്വാർട്ടറിൽ ലാഭം 14 കോടി രൂപയായി കുറഞ്ഞത് ഒരു തിരിച്ചടിയാണ്. എങ്കിലും 2026 മാർച്ച് ക്വാർട്ടറിൽ ഇത് 21 കോടി രൂപയായി തിരിച്ചു കയറിയിട്ടുണ്ട്. ഓഹരി വിപണിയിലെ പ്രകടനം നോക്കാം. 2021 മെയ് മാസത്തിൽ 859 രൂപയായിരുന്ന ഓഹരി നിലവിൽ 1122 രൂപ നിലവാരത്തിലാണ് തുടരുന്നത്. അതായത് വിലയിലുണ്ടായ വർധനവ് വെറും 1% CAGR വളർച്ച മാത്രമാണ്. ഇവിടെ നിക്ഷേപകർക്ക് ലഭിച്ച യഥാർത്ഥ നേട്ടം ലാഭവിഹിതമാണ്. മറ്റൊരു കാര്യം, നിലവിൽ ഈ ഓഹരി അതിന്റെ ഉയർന്ന വിലയായ 1527 രൂപയിൽ നിന്ന് 29% ഇടിഞ്ഞു നിൽക്കുകയാണെന്നതാണ്. പ്രധാനമായും 3 കാരണങ്ങൾ ഒരേ സമയം ഒത്തുവന്നതാണ് ഈ വലിയ തകർച്ചയ്ക്ക് കാരണമായത്. ഡിസംബർ പാദത്തിലെ സാമ്പത്തിക ഫലം വിപണി പ്രതീക്ഷിച്ചത്ര മികച്ചതാകാതിരുന്നതും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് IT മേഖലയിൽ സൃഷ്ടിച്ചേക്കാവുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള പൊതുവായ ആശങ്കകളും തിരിച്ചടിയായി. ഇതിനു പുറമെ ആഗോളതലത്തിൽ എണ്ണവില വർദ്ധിക്കുന്നത് വിമാന കമ്പനികളുടെ ലാഭത്തെ ബാധിക്കുമെന്ന പേടി നിക്ഷേപകർക്കിടയിൽ പടർന്നതും ഓഹരി വിലയിൽ വലിയൊരു കറക്ഷൻ വരുന്നതിന് കാരണമായി. അവസാനമായി വാല്യുവേഷൻ സൈഡ് നോക്കിയാൽ PE അനുപാതം 16 ടൈംസ് ആണ്.
എന്നാൽ ഈ മേഖലയിലെ ശരാശരി 20 ടൈംസ് ആണ്. അതായത് ഈ ഓഹരി ഇപ്പോൾ ഡിസ്കൗണ്ടിലാണ് വ്യാപാരം നടത്തുന്നത് എന്ന് സാരം. കമ്പനിയുടെ മൂല്യം പഴയ നിലയിലേക്ക് തിരിച്ചെത്തിയാൽ മികച്ച ലാഭം ലഭിക്കും. ഇല്ലെങ്കിൽ പോലും 8% ഡിവിഡൻഡ് ഈൽഡ് നിങ്ങൾക്ക് ലഭിക്കും. ഓൾഡിജി ടെക് എന്ന കമ്പനിയാണ് അടുത്തത്. 1998 ഓൾസെക് ടെക്നോളജീസ് എന്ന പേരിൽ ആരംഭിച്ച ഈ കമ്പനി കാനഡയിലെ ഫെയർഫാക്സ് ഹോൾഡിംഗ്സിന്റെ പിന്തുണയുള്ള ക്വസ് കോർപ്പറേഷൻ ഏറ്റെടുത്തതോടെയാണ് ഓൾഡിജി ടെക് എന്ന പുനർനാമകരണം ചെയ്യപ്പെട്ടത്. ഇന്ത്യ, ഫിലിപ്പീൻസ്, US എന്നിവിടങ്ങളിലായി 4000-ലധികം ജീവനക്കാരുള്ള ഇവർ ഇന്ത്യയിലെ അറിയപ്പെടുന്ന BPO, KPO കമ്പനികളിലൊന്നാണ്. പ്രതിദിനം 10 ലക്ഷത്തിലധികം കസ്റ്റമർ കോൺടാക്റ്റുകളാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത്. ആഗോളതലത്തിലുള്ള ഫോർച്യൂൺ 100 കമ്പനികൾക്ക് വേണ്ടിയുള്ള കസ്റ്റമർ ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ് സേവനങ്ങളും ഇന്ത്യൻ വിദേശ കമ്പനികൾക്ക് വേണ്ടിയുള്ള HR, പേറോൾ പ്രോസസ്സിംഗ് സേവനങ്ങളും നൽകുന്ന 2 തരം ബിസിനസ്സാണ് കമ്പനി പ്രധാനമായും ചെയ്യുന്നത്. 1252 കോടി രൂപ വിപണി മൂല്യമുള്ള ഈ കമ്പനി ക്വസ് കോർപ്പറേഷന്റെ ഒരു സബ്സിഡിയറി സ്ഥാപനമാണ്. ഫോർച്യൂൺ 100 കമ്പനികൾ ഉൾപ്പെടെ ആഗോളതലത്തിൽ 600-ലധികം ക്ലയന്റുകൾ ക്വസ് ഗ്രൂപ്പിനുണ്ട്. കമ്പനി പ്രവർത്തിക്കുന്ന ഇൻഡസ്ട്രിയിൽ ശരാശരി ROC 13% ആയിരിക്കുമ്പോൾ ഓൾഡിജിയുടേത് 30%. അതായത് മുടക്കുന്ന ഓരോ 100 രൂപയ്ക്കും കമ്പനി 30 രൂപ ലാഭം ഉണ്ടാക്കുന്നു. മറ്റ് കമ്പനികൾക്ക് ഇത് വെറും 13 രൂപയിൽ താഴെ മാത്രമാണ്. നിലവിലെ ROE 35%. അതേസമയം ഈ രംഗത്തെ ശരാശരി ROE വെറും 10% മാത്രമാണ്. കമ്പനിയുടെ കടബാധ്യത വളരെ കുറഞ്ഞ നിരക്കിലാണുള്ളത്. 232 കോടി രൂപയുടെ റിസർവ്സ് ഉള്ള സ്ഥാനത്ത് കമ്പനിയുടെ ആകെ കടം 82 കോടി രൂപ മാത്രമാണ്. ഇതിലൂടെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.34 എന്ന സുരക്ഷിതമായ നിലയിലാണെന്ന് കാണാം. അതായത് അമിതമായ കടബാധ്യതയെ ആശ്രയിച്ചല്ല ഈ ബിസിനസ് മുന്നോട്ട് പോകുന്നത്. ഈ മേഖലയിലെ മറ്റ് കമ്പനികൾ ലാഭവിഹിതം നൽകാത്ത സാഹചര്യത്തിൽ ഓൾഡിജി നിലവിൽ 7.3% ഡിവിഡൻഡ് ഈൽഡ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഏകദേശം 100% തന്നെയാണ്. അതായത് കമ്പനി ലഭിക്കുന്ന ലാഭം കൈവശം വെക്കാതെ അതിന്റെ ഭൂരിഭാഗം ഓഹരി ഉടമകൾക്ക് തന്നെ തിരിച്ചു നൽകുന്നു. 2026 ജനുവരിയിൽ കമ്പനി ഓരോ ഓഹരിക്കും 30 രൂപ വീതം ഇടക്കാല ലാഭവിഹിതം പ്രഖ്യാപിച്ചിരുന്നു. നിലവിലെ ഓഹരി വിലയിൽ നോക്കിയാലും കഴിഞ്ഞ 12 മാസത്തെ ലാഭവിഹിതം 7% മുകളിലാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ കമ്പനിയുടെ വിൽപ്പന 17% വാർഷിക വളർച്ചയോടെ 2021 277 കോടി രൂപയിൽ നിന്ന് 2026 599 കോടി രൂപയായി ഉയർന്നു. പ്രവർത്തന ലാഭത്തിലും 20% വളർച്ചയുണ്ട്. 2021 66 കോടി രൂപയായിരുന്നത് 2026 162 കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് മാർജിൻ 28%. നെറ്റ് പ്രോഫിറ്റ് 19% വളർച്ചയോടെ 2021 35 കോടി രൂപയിൽ നിന്ന് 82 കോടി രൂപയായി. ബിസിനസ്സിൽ നിന്നുള്ള പണമൊഴുക്കും ഇരട്ടിയായി വർദ്ധിച്ചു. എന്നാൽ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ 12 ദിവസത്തിൽ നിന്ന് 51 ദിവസമായി ഉയർന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓഹരി വില പരിശോധിച്ചാൽ 2021 375 രൂപയായിരുന്ന വില 2026 മെയ് മാസത്തിൽ 822 രൂപയിലെത്തി. അതായത് 5 വർഷത്തിനുള്ളിൽ 120% വളർച്ച. നിലവിൽ ഓഹരി വില അതിന്റെ ഓൾ ടൈം ഹൈയിൽ നിന്നും താഴെയാണ്. ഇതിന് പിന്നിൽ പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. US വ്യാപാര നയങ്ങളിലെ മാറ്റം BPO മേഖലയെ ബാധിക്കുമോ എന്ന വിപണിയുടെ ആശങ്കയാണ് ഒന്ന്. 2026 മാർച്ചിൽ പുതിയ CEO ചുമതലയേറ്റതുൾപ്പെടെയുള്ള മാനേജ്മെന്റ് മാറ്റങ്ങളാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമതായി പ്രവർത്തന ചെലവിലുണ്ടായ വർധനവ് ലാഭത്തെ താൽക്കാലികമായി ബാധിച്ചതും വിലയിടിവിന് കാരണമായി. വാല്യൂഷൻ നോക്കിയാൽ PE അനുപാതം 14 ടൈംസ് ആണ്. എന്നാൽ ഈ മേഖലയിലെ ശരാശരി 22 ടൈംസ് ആണ്. ചരിത്രപരമായ കണക്കുകൾ വെച്ച് നോക്കിയാലും ഈ ഓഹരി ഇപ്പോൾ ഡിസ്കൗണ്ട് വിലയിലാണ് വ്യാപാരം ചെയ്യുന്നത്. വിപണി ഈ കമ്പനികളുടെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയുന്നത് വരെ വർഷം 7 മുതൽ 8% വരുമാനം ലാഭവിഹിതമായി സ്വീകരിച്ച് കാത്തിരിക്കാൻ തയ്യാറുള്ളവർക്ക് 2027 സാമ്പത്തിക വർഷത്തെ വാച്ച് ലിസ്റ്റിൽ ഈ 2 ഓഹരികളും ഉൾപ്പെടുത്താവുന്നതാണ്. ഇവയെ നിരീക്ഷിക്കാനുള്ള എളുപ്പവഴി നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ചേർക്കുകയും കൃത്യമായ ഇടവേളകളിൽ കമ്പനിയുടെ ലാഭ വിവരങ്ങളും ഡിവിഡൻഡ് പ്രഖ്യാപനങ്ങളും പിന്തുടരുകയും ചെയ്യുക എന്നതാണ്.